ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്ക് ഇന്നലെ പുതിയ ചാപ്റ്റർ തുടങ്ങാം. അതിന്റെ പേര് ഫോട്ടോസിന്തസിസ് എന്നാണ്. അപ്പോൾ മിനറൽ നോട്ടേഷൻ കഴിഞ്ഞു. നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് 2 ചാപ്റ്റർ നോട്ട് ചെയ്യാൻ ഇടുന്നുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പുതിയ ചാപ്റ്റർ ഫോട്ടോസിന്തസിസ്. ചാപ്റ്ററിന്റെ 13ാമത്തെ ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് പോലെ മലയാളം മീഡിയം കയറി പഠിക്കുന്ന പ്രോസസ്സാണ്. നിങ്ങൾക്ക് അറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ചെടികൾ കാർബൺ ഡയോക്സൈഡും ജലവും ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ഫോട്ടോസിന്തസിസ്. അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. സിന്തസിസ് ഓഫ് ഗ്ലൂക്കോസ് ഓർ കാർബോഹൈഡ്രേറ്റ് ബൈ യൂസിംഗ് വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഇൻ ഗ്രീൻ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ചെടികള് പച്ച നിറത്തിലുള്ള ഭാഗത്താണ് ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ ആവശ്യമാണെന്ന് അറിയാം. സോ നമുക്ക് അതിന്റെ ആലോചന പഠിക്കേണ്ട എല്ലാവരും പഠിച്ചു വെക്കുന്നൊന്നുമില്ല, നമുക്ക് അറിയാവുന്ന തന്നെയാണ്. പക്ഷെ അറിയുന്നത് ഇറ്റ്സ് എ ഫിസിയോ ബയോകെമിക്കൽ പ്രോസസ്. അതെന്താണ് ഫിസിയോ ബയോകെമിക്കൽ പ്രോസസ്? ഫിസിയോ എന്ന് വെച്ചാൽ ജീവിതത്തിന് ദാനമായി ഫിസിയോളജിക്കൽ ജീവസന്ധാരണത്തിന് അല്ലെങ്കിൽ ജൈവിക പ്രവർത്തനങ്ങളാണ്. ബയോകെമിക്കൽ ജീവശരീരത്തിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. അല്ലെ, ഇപ്പം സൾഫ്യൂരിക് ആസിഡ് എടുത്ത് ഒരു സാൾട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ലബോറട്ടറി ചെയ്യുന്ന പരീക്ഷണമാണ്. പക്ഷെ ഇതൊരു രാസപ്രവർത്തനം തന്നെയാണ്, പക്ഷെ ജീവശരീരത്തിൽ നടക്കുന്നു. So it's a physio-biochemical process with which green plants use light energy to synthesize organic compound. Green plant use light energy to synthesize organic compound. Glucose എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. അല്ലെ, C6H12O6. ഇതാണ്. അപ്പൊ എന്താണ് റോ മെറ്റീരിയൽ? കാർബൺ ഡയോക്സൈഡ്, വാട്ടർ. എന്താണ് പ്രോഡക്റ്റ്? ഗ്ലൂക്കോസ്. എന്താണ് ബൈ പ്രോഡക്റ്റ്? ഓക്സിജൻ. അല്ലെ, ഫോട്ടോസിന്തസിസ് ഫലമായിട്ട് ഓക്സിജൻ പുറത്തു വിടുകയും ചെയ്യും. അപ്പോൾ ഗ്ലൂക്കോസും ഉണ്ടാകുന്നുണ്ട്, ഓക്സിജൻ പുറത്തുവിടുന്ന ഒരു ഡബിൾ ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സാണ്. ഗ്ലൂക്കോസിന് എന്തൊക്കെ ആവശ്യമാണ്? ഓക്സിജൻ ആവശ്യമാണ്. അല്ലെ, ഇതിന്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് ഓൺലി വിത്ത് വിച്ച് ഇറ്റ്സ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഫുഡ് ഫോർ ഓൾ ഓർഗാനിസം ഇൻ ദി എർത്ത്. അല്ലെ, ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഫുഡിന്റെ പ്രധാന സ്രോതസ് ഫോട്ടോസിന്തസിസ് ആണ്. ചെടികൾ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ഉപയോഗിച്ചാണ് എല്ലാ ജീവജാലവും ജീവിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ സിംഹം ഗ്ലൂക്കോസ് അല്ല തിന്നുന്നത്, പക്ഷെ സിംഹം തിന്നുന്നത് ഗ്ലൂക്കോസിനെ തിന്നുന്ന ഒരു ജീവിയാണ്. ചുരുക്കത്തിൽ എല്ലാ ജീവജാലങ്ങളും നേരിട്ടോ പരോക്ഷമായിട്ടോ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ട് സസ്യങ്ങളുടെ ഫോട്ടോസിന്തസിസിനെ ആശ്രയിക്കുന്നു. രണ്ടാമത്, ഇറ്റ് ഈസ് ഓൺലി പ്രോസസ് ഓക്സിജൻ ഇസ് റിലീസ്ഡ് ഇൻ ടു ദ എയർ. അറ്റ്മോസ്ഫിയറിലേക്ക് ഓക്സിജനെ റിലീസ് ചെയ്യുന്ന ഏക പ്രോസസ് ഇതാണ്. അല്ലെ, ബാക്കി എല്ലാ പ്രോസസ്സിലും എന്താ നടക്കുന്നത്? ഓക്സിജനെ എടുക്കുകയാണ് ചെയ്യുന്നത്. റെസ്പിറേഷൻ, then ഡീകമ്പോസിഷൻ ആൻഡ് ബേണിംഗ്. ഇതെല്ലാം പ്രകൃതിയിലുള്ള പ്രക്രിയകളാണ്. ഇവിടെ എല്ലാം ഓക്സിജൻ അങ്ങോട്ട് എടുക്കുമ്പോൾ, അവരെല്ലാം കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ, കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജൻ പുറത്തു വിടുന്ന ഒരേ ഒരു പ്രക്രിയ ഭൂമിയിലുള്ളൂ, അത് ഫോട്ടോസിന്തസിസ് ആണ്. ആൾസോ ആൻഡ് പ്ലാന്റ്സ് ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ബയോസ്ഫിയർ. ജീവമണ്ഡലത്തിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് പ്ലാന്റ്സ് ആണ്. പ്ലാന്റ്സിനെ പ്രൊഡ്യൂസർ എന്ന് വിളിക്കാൻ കാരണം അവർ ഈ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത് കൊണ്ടാണ്. And it is only process with which carbon dioxide is reduced. Carbon dioxide അളവ് കുറയ്ക്കുന്ന ഏക മെത്തേഡ് ഇതാണ്. And also helping with the recycling of material. അല്ലെ, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്ത് ഓക്സിജനാക്കി മാറ്റി അത് ഉപയോഗിച്ച് ജന്തുക്കൾ ജീവിച്ച് അവയുടെ ശരീരം വിഘടിക്കുമ്പോൾ വീണ്ടും അവ ശ്വസിക്കുമ്പോൾ പുറത്തുനിന്ന് കാർബൺ ഡയോക്സൈഡ് വീണ്ടും തിരിച്ചെടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ അത് ഫോട്ടോസിന്തസിസ് മൂലമാണ് നടക്കുന്നത്. സോ വാട്ട് ആർ ദി ഇമ്പോർട്ടൻസ്? ഒന്ന്, they are the primary source of all food in earth, and oxygen is released to the atmosphere, then producers of biosphere. It is only process with which carbon dioxide is reduced, then helping for recycling of material. So these are the importance of photosynthesis. Okay, ഇനി നമ്മൾ ടെസ്റ്റുകളാണ് പഠിക്കുന്നത്. ഒന്നിന് പേര് അയഡിൻ ടെസ്റ്റ് എന്നാണ്. അയഡിൻ ടെസ്റ്റ് to prove that photosynthesis occurs only in the green colored parts of plant. ചെടിയിൽ പച്ച നിറമുള്ള ഭാഗത്ത് മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കൂ എന്ന് തെളിയിക്കാനാണ് അയഡിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. മനസ്സിലായാലും എന്താന്ന് നോക്കാം. അത് നിങ്ങൾ ഒരു വേരിഗേറ്റഡ് ലീഫ് എടുക്കണം. വേരിഗേറ്റഡ് ലീഫ് എന്ന് വെച്ചാൽ ഇലക്കകത്ത് കഞ്ഞി പുള്ളിയുള്ള ചില ചെടികളുണ്ടല്ലോ, ഇലപ്പുള്ളി പോലെയുള്ള ചില ചെടിക്കകത്ത് ഇലക്കകത്ത് അങ്ങനെ വെള്ള പാടുകൾ കാണും. ഒരു കണ്ണൻ ചേമ്പ് വരെ ഉണ്ടല്ലോ, അങ്ങനത്തെ വെള്ളപ്പാടുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഇല വിളിക്കുന്നതാണ് വേരിഗേറ്റഡ് ലീഫ്. ഇതൊന്നും ക്ലോറോഫില്ല. ക്ലോറോഫില്ലാത്തതുകൊണ്ട് അവിടെ വെള്ളം നടക്കും. ബാക്കി എല്ലാവർക്കും വെച്ചാറില്ല. എന്നിട്ട് ഈ ഇല ആദ്യം കട്ട് ചെയ്തിട്ട് ഒരു ബീക്കറിനകത്ത് വെള്ളത്തിനകത്ത് ഭംഗിയായിട്ട് തിളപ്പിക്കണം. ബോയിൽ ചെയ്യണം. ചൂട് കൊടുത്ത് തിളപ്പിക്കണം.
ബോയിൽ ചെയ്യണം. എന്നിട്ട് ഈ ഇല എന്ത് ചെയ്യണം? വേറെ ബീജിനകത്തുള്ള ആൽക്കഹോളിൽ മുക്കി വെക്കണം. ആൽക്കഹോളിൽ മുക്കി വെക്കും. ആദ്യം വെള്ളത്തിൽ തിളപ്പിക്കുമ്പോൾ അത് ചാവും, സെല്ലുകളെല്ലാം നശിച്ചു. എന്നിട്ട് ആൽക്കഹോളിൽ മുക്കി വെക്കുമ്പോൾ അതിനകത്ത് ക്ലോറോഫിൽ എല്ലാം തന്നെ എന്ത് സംഭവിക്കും? അങ്ങ് ലയിച്ചു പോകും. എവിടെ ലയിക്കും? ക്ലോറോഫിലെല്ലാം തന്നെ ഈ ആൽക്കഹോളിലങ്ങ് ലയിക്കും. എന്നിട്ട് ഈ ഇല പുറത്തെടുത്താൽ വിളുവിളാതിരിക്കും, മൊത്തം വെള്ളമായിരിക്കും അല്ലേ? നമ്മൾ നേരത്തെ എടുത്തതിൽ എന്തായിരുന്നു? വേരിഗേറ്റഡ് ലീഫായിരുന്നു. ചമ്മിങ്ങായിട്ട് വെള്ള കളറുള്ള ഇലയായിരുന്നു. ഇപ്പൊ ഇല മൊത്തത്തിൽ വെള്ള കളറായി. ഞാൻ അതിനകത്ത് അയഡിൻ ലായനി ഒഴിച്ചു കൊടുക്കണം. അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കണം. പഠിച്ചിട്ടുണ്ട് അയഡിൻ സൊല്യൂഷൻ ഗ്ലൂക്കോസിന്റെ സാധനം നീല നിറമായി മാറുമെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അങ്ങനെ അയഡിൻ ലായനി ഒഴിച്ചെടുത്തപ്പോൾ നേരത്തെ വെള്ളയായിരുന്ന ഭാഗത്തൊന്നും നിറം വരുന്നില്ല, ബാക്കി എല്ലാ ഭാഗത്തും നീലാറം വരുന്നു. നേരത്തെ വെള്ളയായിരുന്ന ഈ ഭാഗത്തൊന്നും നീലാറം വരുന്നില്ല, ബാക്കി എല്ലാ ഭാഗത്തും നീലാറം വരുന്നു. അതിന്റെ അർത്ഥം എന്താ? വെള്ളയായ ഭാഗത്ത് ഗ്ലൂക്കോസ് ഇല്ല എന്നാണ്. എന്താണ് അവിടെ ഗ്ലൂക്കോസ് ഇല്ലാത്തത്? അവിടെ ഫോട്ടോസിന്തസിസ് നടന്നില്ല. This is a proof that photosynthesis occurs only at the parts of the plant where having green color. ഇതിനില്ല. ഫോട്ടോസിന്തസിസ് എവിടെ നടക്കത്തുള്ളൂ? പച്ച എന്നുള്ള ഭാഗത്ത് മാത്രമേ നടക്കുന്നുള്ളൂ. ഇതിനെ വിളിക്കുന്നതാണ് അയഡിൻ ടെസ്റ്റ്. What is the name of iodine test? To prove that photosynthesis occurs only in the green colored part. എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഒരു വേരിഗേറ്റഡ് ലീഫ് എടുക്കുക, എന്നിട്ട് അതിനെ വെള്ളത്തിൽ തിളപ്പിക്കുക, പിന്നെ ആൽക്കഹോൾ ഇട്ട് തിളപ്പിക്കുക. അപ്പോൾ ഇലയ്ക്ക് ഇതിനകം വെള്ള നിറമാവുന്നു. അതിനകത്ത് അയഡിൻ ലായനി തുള്ളി തുള്ളിയായി ഒഴിക്കുമ്പോൾ നേരത്തെ പച്ച നിറമുണ്ടായ ഭാഗത്ത് മാത്രമേ നീല നിറം ഉണ്ടാകുന്നുള്ളൂ. കാരണം അവിടെ മാത്രമേ ഗ്ലൂക്കോസ് ഉള്ളൂ. വെള്ള നിറമുള്ള ഭാഗത്ത് ഗ്ലൂക്കോസ് ഇല്ലായിരുന്നു, കാരണം അവിടെ ഫോട്ടോസിന്തസിസ് നടന്നില്ല. ഓക്കെ, അടുത്തത് ഈ മറ്റൊരു ടെസ്റ്റ് ഉണ്ട്, ഹാഫ് ലീഫ് ടെസ്റ്റ്. മോഹിൾ എന്നൊരു സയന്റിസ്റ്റ് ആയതുകൊണ്ടാണ് പഠിക്കാനൊന്നുമില്ല പറയാം. മോഹിൾ ഹാഫ് ലീഫ് ടെസ്റ്റ്. ഇറ്റ് ഈസ് ടു പ്രൂവ് ദാറ്റ് കാർബൺ ഡയോക്സൈഡ് ഈസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് നടക്കാൻ കാർബൺ ഡയോക്സൈഡ് വേണം എന്നാണ് തെളിയിക്കുന്നത്. What is the aim of the test? To prove that carbon dioxide is needed for photosynthesis. Okay. നമ്മൾ ചെയ്യുന്നത് ഒരു നീളമുള്ള ഇലയുള്ള ചെടി എടുക്കുക. ഒരു മാവിന്റെ തയ്യങ്ങൾ എടുത്താൽ ചെടിച്ചട്ടിരിക്കുന്നതായിരിക്കും. 2 ദിവസം ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുവയ്ക്കുക. 2 ദിവസം ഈ ചെടി ഇരുട്ടുള്ള മുറിയിൽ കൊണ്ടുവയ്ക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനകത്ത് നടക്കത്തില്ല, ഇല്ലെങ്കിൽ ഫോട്ടോസ് നടക്കത്തില്ല അല്ലേ? എന്നിട്ട് ഇരുട്ടുള്ള മുറിയിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു ഫ്ലാസ്ക്, അതിനകത്ത് അതിന്റെ അടയ്ക്കുന്ന കോർക്ക് ഉണ്ടാവില്ല, കോർക്ക് കൊണ്ടുള്ള അടപ്പുണ്ടല്ലോ, അത് രണ്ടായിട്ട് കീറണം. ഇങ്ങനെ കീറി, ഇങ്ങനെ കീറി. എന്നിട്ട് ഈ കോർക്ക്, കീറിയ കോർക്ക് കൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇലയുടെ അപ്പുറം വയ്ക്കണം. എന്നിട്ട് അപ്പുറത്ത് വയ്ക്കണം. അപ്പൊ ഇല കീറിയ കോർക്കിന്റെ അകത്തോട് കയറ്റി വെച്ചു അല്ലേ? എന്നിട്ട് ഇതിനകത്ത് അല്പം KOH വേണം. KOH, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. എന്നിട്ട് ഈ ഉണ്ടെന്ന് അടയ്ക്കണം. അതിപ്പോ എന്തുണ്ട്? KOH ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യണം? ഒരു ഫ്ലാസ്ക് എടുക്കണം. ആ ഫ്ലാസ്കിനകത്ത് ഇല കടത്തി വെക്കണം. എന്നിട്ട് ഒരു കീറിയ കോർക്കൊണ്ട് അടയ്ക്കണം. അത് താരനെ KOH ഇട്ടേക്കണം. KOH എന്ത് ചെയ്തറിയാമോ? കാർബൺ ഡയോക്സൈഡ് വലിച്ചേക്കണം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കും. ഇപ്പൊ ഇതിനകത്ത് എന്തില്ല? കാർബൺ ഡയോക്സൈഡ് ഇല്ല. അത് വലിച്ചെടുത്തു, KOH വലിച്ചെടുത്തു. എന്നിട്ട് ഈ സമയം ഇതുപോലെ കൊണ്ടുവന്ന് വെയിലത്ത് കുറച്ച് നേരം വയ്ക്കണം. അപ്പോൾ എന്തെടുക്കും? ഫോട്ടോസ് ഇറക്കും. ശരിയാണല്ലോ? ഓക്കെ. ഒരു ഉച്ചവരെ വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് ഇല കട്ട് ചെയ്തെടുക്കണം. ഈ ഇല കൊണ്ടുവന്നിട്ട് ആദ്യം നേരത്തെ ഏതാണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുന്നു. പിന്നെ ആൽക്കഹോളിട്ട് തിളപ്പിക്കുന്നു. ആദ്യം വെള്ളത്തിൽ തിളപ്പിച്ചു, പിന്നെ ആൽക്കഹോളിട്ട് തിളപ്പിച്ചു, ആൽക്കഹോളിട്ട് തിളപ്പിച്ചു. എന്നിട്ട് ഈ ഇല എടുക്കുക. ഇല എടുക്കുക. ഇതിനകത്തോട്ട് അയഡിൻ ലായനി ഒഴിക്കുന്നു. അയഡിൻ സൊല്യൂഷൻ ഒഴിച്ചു കൊടുക്കുന്നു. ഒഴിച്ചപ്പോൾ ഇത്രയും സ്ഥലത്ത് നീരാറുണ്ടായി, ഇവിടെ നീരാറില്ല. എന്താ അർത്ഥം? അവിടെ എന്തോ കിട്ടാതെ പോയത്? ഇത് കണ്ണാടി കൊണ്ടുള്ള ലൈറ്റ് കിട്ടി, തടസ്സമൊന്നുമില്ല. അകത്തോട്ട് ജലവും വെള്ളം പോകുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ എന്തില്ല?
കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ല. അതിന്റെ അർത്ഥം ഇവിടെ ഫോട്ടോസ് നടന്നില്ല. അതിന് കാരണം എന്തില്ലാത്തതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാത്തതാണ്. ഇതിനെന്ത് തെളിഞ്ഞു? കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. തെളിഞ്ഞില്ലേ? വീണ്ടും പറയേണ്ട കാര്യമില്ല, നിങ്ങളൊന്നും കൂടെ റിവേഴ്സ് അടിച്ച് കണ്ടോളൂ. ഇനി നോക്കി ഫോട്ടോസിന്തസിന്റെ യഥാർത്ഥ ആ ഒരു റിയാക്ഷൻ, ആ കെമിക്കൽ റിയാക്ഷൻ ഇക്വേഷൻ അത് കാണാതെ പഠിക്കണം. ഓക്കെ, അതിങ്ങനെയാണ്. CO2 plus 12H2 gives C6H12O6 plus 6H2O plus 6O2. ഇതാണ് ഫോട്ടോസിന്തസിന്റെ ബാലൻസ് ഇക്വേഷൻ. ഓക്കെ, ഇതുപോലെ പഠിക്കണം. ദിസ് ആ ബാലൻസ് ഇക്വേഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ചോദ്യം, ഏതാണ് ഇതിന്റെ റോ മെറ്റീരിയൽസ്? ഇതിലെന്താണ്? എന്താണ് ഇതിന്റെ പ്രൈമറി പ്രോഡക്റ്റ്? ഗ്ലൂക്കോസ് ആണ്. എന്താണ് ബൈ പ്രോഡക്റ്റ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ ഈസ് ലീസ്റ്റ് ഇസ് എ പ്രോഡക്റ്റ്. ഓക്കെ, എന്റെ ചോദ്യം, ഈ റിയാക്ഷൻ എന്ത് റിയാക്ഷൻ? അതായത് റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ? ഈസ് ഇറ്റ് എ റിഡക്ഷൻ? ഇറ്റ്സ് എൻ ഓക്സിഡേഷൻ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. റിഡോക്സ് റിയാക്ഷൻ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ്. കാർബൺ ഡൈ റെഡ്യൂസ് ചെയ്ത് നോക്കിയാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആൻഡ് വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ്. വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ്. എങ്ങനെ? ഈ വാട്ടറിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്തു. ഹൈഡ്രജൻ നീക്കം ചെയ്ത് ഓക്സിഡേഷൻ അല്ലേ? ഹൈഡ്രജൻ നീക്കം ചെയ്തു. വാട്ടറിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജൻ ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് വാട്ടർ ഈസ് ഓക്സിഡൈസ്ഡ് and carbon dioxide is reduced. Since photosynthesis is a redox reaction. Okay. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കുറെ ചരിത്രങ്ങളൊക്കെ പഠിക്കാനുണ്ട്, കുറെ ചരിത്ര എക്സ്പെരിമെന്റ്സ് പഠിക്കാനുണ്ട്. ആദ്യ കാലത്തുള്ള കുറെ ചരിത്രങ്ങൾ നോക്കാം. ജോസഫ് പ്രെസ്ലി എന്തൊരു സയന്റിസ്റ്റ്, ഏകദേശം 17-ാം നൂറ്റാണ്ടിൽ നടത്തിയ പരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹത്തിന് ഈ ഫോട്ടോസിന്തസിനെ പറ്റിയോ ഓക്സിജനെ പറ്റിയോ കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റിയൊന്നും അറിയത്തില്ല. അദ്ദേഹം ചില പരീക്ഷണം ചെയ്തു. അദ്ദേഹം ചെയ്തു, ഒരു ബീക്കറിനകത്ത് ഒരു എലിയെ വെച്ചു, എന്നിട്ടൊരു മെഴുകുതിരി കത്തിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ എന്ത് കേട്ടു? എലി ചത്തും പോയി, മെഴുകുതിരി കെട്ടും പോയി. എലി ചത്തും പോയി, മെഴുകുതിരി കെട്ടും പോയി. കാരണം നിങ്ങൾക്ക് പറയാനല്ലോ, എന്താ കാര്യം? ചൂടുകൊണ്ട് ചത്തു. അതൊന്നും പറയല്ലേ, ചൂടൊന്നും. പിന്നെ നിങ്ങൾക്കറിയാം എന്താ കാര്യം? എന്താ കാര്യം? ഇതിനകത്തുള്ള ഓക്സിജൻ എല്ലാം മെഴുകുതിരി അങ്ങ് വലിച്ചെടുത്തു കത്താൻ വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ട് എലി ശ്വാസം മുട്ടി ചത്തു. സിമ്പിൾ അല്ലേ? പിന്നെ ഓക്സിജൻ ഇല്ലാതെ മെഴുകുതിരിയും കെട്ടുപോയി. പക്ഷേ അന്ന് ഓക്സിജനെ കുറിച്ചും കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി അറിഞ്ഞൂടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഈ കത്തുന്ന മെഴുകുതിരി ഒരു കെമിക്കലിനെ പുറത്തു വിടും. അതിന്റെ പേര് ഫ്ലോജിസ്റ്റോൺ എന്നാണെന്ന് പറയുന്നത്. ഫ്ലോജിസ്റ്റോൺ. ഈ ഫ്ലോജിസ്റ്റോൺ എനിക്ക് വിഷമായതുകൊണ്ടാണ് എനിക്ക് ചത്തുപോയതെന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തെ അറിയത്തിലാണ്, അദ്ദേഹമാണ് ഓക്സിജൻ കണ്ടുപിടിക്കുന്നത്. പിന്നീട് ഇതേ വിഷയം വീണ്ടും ഒന്നുകൂടെ ആവർത്തിച്ചു, വേറെ തരത്തിലാണ്. ഒരു വീഗനകത്ത് ഒരു ചെടി വെച്ചു, അതിനകത്ത് എരിയിട്ടു, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു. എലി ചത്തതുമില്ല, മെഴുകുതിരി കെട്ടതുമില്ല. കാരണം നിങ്ങൾക്കറിയാൻ എന്താണ്? എലി പുറത്തേക്ക് വിട്ട കാർബൺ ഡൈ ഓക്സൈഡ് ചെടി വലിച്ചെടുത്ത് ഫോട്ടോസ് നടത്തിയിട്ട് ചെടി എന്തിനടുത്തിട്ട് ഓക്സിജൻ കിട്ടും, അത് ഉപയോഗിച്ച് എലി ജീവിച്ചു, മെഴുകുതിരി കത്തി എന്നാണ് ചെയ്തത്. പക്ഷെ അദ്ദേഹം പറയുന്നത്, ഈ എലി പുറത്തു വിട്ട ഫ്ലോജിസ്റ്റോണെ ചെടി വലിച്ചെടുത്തിട്ട് ഡീഫ്ലോജിസ്റ്റോൺ എന്നൊരു വസ്തുവാക്കി പുറത്തു വിട്ടതാണ്. ഈ ഡീഫ്ലോജിസ്റ്റോൺ എനിക്ക് വിഷമില്ലാത്തതുകൊണ്ടാണ് ചത്തില്ല എന്നാണ്. പക്ഷെ നിങ്ങൾക്ക് ഇതിനെ കാണുമ്പോൾ അറിയാം, പരീക്ഷയ്ക്ക് എക്സ്പെരിമെന്റ് വയ്ക്കുമ്പോൾ നിങ്ങൾ ഫ്ലോജിസ്റ്റോൺ ആയിരുന്നു പറയണ്ട. ഈ എക്സ്പെരിമെന്റ് പ്രൂവ് ദാറ്റ് പ്ലാന്റ് അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസിങ് ഓക്സിജൻ എന്ന് വരിക. മനസ്സിലായില്ല? പുസ്തകത്തിലുള്ള പടമാണ്, പടം അനുസരിച്ചിട്ട് വരുന്നത്. ഇനി മറ്റൊരു സയന്റിസ്റ്റ്, ഇതിന്റെ സാച്ചസ് ആണ്.
അതിന് ചില കാര്യങ്ങളൊക്കെ പറയാം. സാച്ചസ് സെറ്റ് ഗ്ലൂക്കോസ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. ഫോട്ടോസിന്തസിസ് പരമായിട്ട് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു, അത് സ്റ്റാർച്ച് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു സാച്ചസ് പറഞ്ഞു. ആൾസോ ഹി സെഡ് ദാറ്റ് ഓൺലി ഗ്രീൻ പ്ലാന്റ് പാർട്ട് ക്യാൻ റെഫർ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസ് നടത്തുന്ന ചെടിയുടെ പച്ച നിറമുള്ള ഭാഗം മാത്രമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ആരാണ്? സാച്ചസ്. ഇത് റിവൈസ് ചെയ്ത് കേട്ടോ. ഇനി മറ്റൊരു സയന്റിസ്റ്റാണ് TW എയ്ഞ്ചൽമാൻ. ഒരു സയന്റിസ്റ്റാണ്. TW എയ്ഞ്ചൽമാൻ എന്ന സയന്റിസ്റ്റ് പരീക്ഷ നടത്തി. എന്താ പറയുക? സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ ഫോട്ടോസ് നടക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സൂര്യപ്രകാശം ഒരുപാട് നിറങ്ങളുണ്ട്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇതെല്ലാം ഫോട്ടോസിന്തസിന് വേണമോ? അദ്ദേഹത്തിന് പ്രത്യേക നിറങ്ങൾ മതിയോ? അദ്ദേഹത്തിന് സംശയം. അദ്ദേഹം എന്ത് ചെയ്ത് നോക്കാമോ? അദ്ദേഹം ഒരു പരീക്ഷ നടത്തി. TW എയ്ഞ്ചൽമാൻ്റെ പരീക്ഷണമാണ്. അദ്ദേഹം ഒരു പ്രിസത്തിലൂടെ സൂര്യപ്രകാശത്തെ കടത്തി. അത് 7 നിറങ്ങളായിട്ട് വേർതിരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാം അല്ലേ? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് അടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ക്ലൗഡ് ഓഫ് ഓറ എന്നൊരു ആൽഗയുണ്ട്, ഗ്രീൻ ആൽഗ. ക്ലൗഡ് ഓഫ് ഓറ അതൊരു ഗ്ലാസ് ട്യൂബിനകത്ത് ഇറക്കി വെച്ചിട്ട് ഈ ലൈറ്റ് അതിൽ വീഴാൻ അനുവദിച്ചു. സംശയമൊന്നുമില്ലല്ലോ. ക്ലൗഡ് ഓഫ് ഓറ വെള്ളത്തിൽ കിടന്ന ആൽഗ, ഗ്രീൻ ആൽഗ, അത് വെള്ളത്തിനകത്ത് ഇറക്കി വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, ജീവിക്കും. എന്നിട്ട് കുറച്ച് എയറോബിക് ബാക്ടീരിയകളെ കൂടി ഇതിൽ കടത്തി വെക്കും. എയറോബിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ എന്താ? ദേ നീഡ് ഓക്സിജൻ. ഓക്സിജൻ വേണം അല്ലേ? ആ ബാക്ടീരിയ ഓക്സിജൻ ഉള്ളത് ജീവിക്കുള്ളൂ, നമുക്കറിയാം. എന്നിട്ട് കുറെ കഴിഞ്ഞപ്പോൾ എയറോബിക് ബാക്ടീരിയ നോക്കിയപ്പോൾ കാണാൻ ഇവിടെ ഈ റെഡ് ഉള്ളതും ഈ ബ്ലൂ നിറം നമ്മൾ ഏതോ ബാക്ടീരിയ എവിടെ കണ്ടത്? റെഡ്, ബ്ലൂ ഉള്ളതാണ് നടക്കും. എന്താ മറ്റു ഭാഗത്തത്? അവിടെ ഓക്സിജൻ ഇല്ല. അപ്പൊ അതിന് എന്ത് കഴിഞ്ഞു? എവിടെയാണ് ഫോട്ടോസ് നടക്കുന്നത്? റെഡ് കളറും ബ്ലൂ കളറും വീഴുന്നിടത്താണ് എന്ത് നടക്കുന്നത്? ഫോട്ടോസ് നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തിൽ 7 നിറങ്ങളുണ്ടെങ്കിലും ഫോട്ടോസിന്തസിന് 7 നിറങ്ങൾ മതി. ബ്ലൂവും റെഡും മതി. അതായത് മോർ ഫോട്ടോസിന്തസിസ് ഇസ് ഒക്കറിംഗ് അറ്റ് വെയർ റെഡ് കളർ ആൻഡ് ബ്ലൂ കളർ ഈസ് ഫാളിംഗ്. അല്ലെങ്കിൽ ദ മോസ്റ്റ് വാണ്ടഡ് കളർ ഫോർ ഫോട്ടോസിന്തസിസ് ഈസ് റെഡ് ആൻഡ് ബ്ലൂ. ഒട്ട് വേണ്ടാന്ന് അതായിരിക്കും ഗ്രീൻ. അതല്ലേ ചെടിയെ പച്ച നിറത്തേക്ക് പ്രതിഫലിച്ചെന്ന് കളയുന്നല്ലേ? ഗ്രീൻ ഈസ് ദ ലീസ്റ്റ് വാണ്ടഡ് വൺ. ഒരു ചുവന്ന പേപ്പർ ചുവന്ന നിറത്തിൽ കാണുന്ന എന്തുകൊണ്ടാണ്? അത് സൂര്യപ്രകാശം വീണിട്ട് ചുവപ്പ് നിറം പ്രതിഫലിച്ചു പോകുന്നുണ്ടല്ലേ? അപ്പൊ ഇല പച്ച നിറത്തിൽ കാണുന്നുണ്ടാ? പച്ച നിറം പ്രതിഫലിച്ചു പോകുന്നുണ്ടാണ്. വേണ്ടാത്ത വേണ്ടി പുറത്ത് കളയുന്നത്. അപ്പൊ ഒട്ടും വേണ്ടാന്ന് പറയാതാണ് പച്ചയാണ് എന്ന് ഇപ്പൊ പറയാമെങ്കിലും വേണ്ടുന്ന ചില ആവശ്യമുണ്ട്, അതേ പിന്നെ പറയും. അപ്പോൾ ഇതാണ് എയ്ഞ്ചൽമാന്റെ പരീക്ഷണം. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനി വാൻ നെയ്ൻ എന്നൊരു സയൻസ് പറയാമല്ലോ. വാൻ നെയ്ൻ ഇതൊക്കെ വരച്ചേക്കണേ. വാൻ നെയ്ൻ എന്ന സയൻസ് പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ ഫോട്ടോസിന്തസിന്റെ ഇക്വേഷൻ എഴുതിയപ്പോൾ CO2 plus H2O gives glucose. ഓക്സിജൻ ഉണ്ടാകുമെന്ന് പറഞ്ഞല്ലേ? ഈ ഓക്സിജൻ പുറത്തു പോകുന്നത് സംഭവിച്ചു. ഈ ഓക്സിജൻ ആരുടെയാണ്? കാർബൺ ഡൈ ഓക്സിജൻ ഓക്സിജൻ, ജലത്തിൽ ഓക്സിജൻ ഉണ്ടല്ലോ. അത് ആരുടെ ഓക്സിജനാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ ജലത്തിന്റെ ആണോ? ഒരു സംശയം അല്ലേ? അപ്പോൾ ഈ വാൻ നെയ്ൻ പരീക്ഷണത്തിലൂടെ തെളിയിച്ചു ഓക്സിജൻ റിലീസിംഗ് ഫ്രം ഫോട്ടോസിന്തസിസ് കമ്മിങ് ഫ്രം വാട്ടർ, നോട്ട് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് തെളിയിച്ചു. അതാണ് പരീക്ഷണം. Here water is oxidized and carbon dioxide is reduced. എന്ന് അദ്ദേഹം പറഞ്ഞു. Also he proved that oxygen is coming from water, not from carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡ് എന്നല്ല, ഓക്സിജൻ വരുന്നത് ജലത്തിൽ നിന്നാണെന്ന് അദ്ദേഹം തെളിയിച്ചു. ഓക്കെ. അതെങ്ങനെയാണെന്ന് പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം. നിങ്ങളതൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ്. അതായത് ഓക്സിജന്റെ ഐസോട്ടോപ്പ് അടങ്ങിയ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്സിജന്റെ ഐസോട്ടോപ്പ് അടങ്ങിയ കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ചെടിനെ ചെടി നോക്കിയാണ് ഇത് അങ്ങോട്ട് കടന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഓക്സിജൻ ഏതാണ്? ഐസോട്ടോപ്പാണ്. എന്നിട്ട് പുറത്ത് വരുന്ന ഓക്സിജൻ പരിശോധിച്ചപ്പോൾ അത് ഐസോട്ടോപ്പ് ആണെന്ന് വരാം.
ഐസോട്ടോപ്പ് അല്ല. അപ്പൊ എന്ത് തെളിഞ്ഞു? ഈ ഓക്സിജൻ അല്ല പുറത്തുവരുന്നത്, ശരിയല്ലേ? അപ്പൊ അത് തെളിഞ്ഞു. അപ്പൊ പിന്നെ വാട്ടറിന്റെ ആണെന്ന് ഉറപ്പിക്കണ്ടേ? അപ്പൊ അതെന്ത് ചെയ്തു? ഇനി അടുത്ത പരീക്ഷണം നമുക്ക് H2O ഐസോട്ടോപ്പ് അടങ്ങി കൊടുത്തു. പക്ഷെ പുറത്തോട്ട് വിട്ട് ഓക്സിജൻ പരിശോധിക്കണം, അത് ഐസോട്ടോപ്പ് ആയിരുന്നു. ഇപ്പൊ എന്ത് തെളിഞ്ഞു? The oxygen released from photosynthesis is coming from water, not from oxygen. തെളിഞ്ഞ് അതാണ് അദ്ദേഹത്തിന്റെ പരീക്ഷണം. ഇനി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. CO2 plus H2O C6 H12O6. എനിക്ക് ഈ C6 H12O6 എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. CN H2N ON ഇങ്ങനെ എഴുതിക്കൂടെ? 6 ആണെങ്കിൽ 12 6 അങ്ങനെ എഴുതാം. പ്ലസ് H2O പ്ലസ് O2 എന്ന് എഴുതാമല്ലോ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചനുസരിച്ച് ഫോട്ടോസിന്തസിന് ഇയാൾ നോക്കിയിരുന്നോ ഈ ജലത്തിന്റെ ഹൈഡ്രജൻ മാത്രം മതി, ഓക്സിജൻ വേണ്ട, അതുകൊണ്ടല്ലേ വെളിയാണ് അല്ലേ? ജലം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹൈഡ്രജൻ എടുക്കും, ഓക്സിജൻ കളയും. ഒരു പഴം തിന്നാൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തൊലി എന്ന് കളയും, അത് തിന്നും അതുപോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് തൊലി വേണ്ട, അതുകൊണ്ടല്ലേ പുറത്ത് കളഞ്ഞത്. ഇതുപോലെ ഇവിടെ ആരും വേണ്ട, ഓക്സിജൻ വേണ്ട, അത് പുറത്ത് കളഞ്ഞു. അപ്പൊ ഇവിടെ ഓക്സിജൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഓക്സിജൻ ഫോട്ടോസിന്തസിസ് എന്നാണ് പറയുന്നത്. ഓക്സിജൻ ഫോട്ടോസിന്തസിസ് അറിയുന്നത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ H2Oയ്ക്ക് വരാം. H2S ആണ് കൊടുക്കുന്നെങ്കിലോ എസ് ആയിരിക്കും പുറത്തു പോകുന്നത് അല്ലേ? H2I ആണ് കൊടുക്കുന്നെങ്കിലോ I പുറത്തു പോകും, ശരിയല്ലേ? അപ്പൊ ഞാൻ ഒരു തത്വത്തിൽ പറയാണ്, H2A എന്ന് പറയുന്നത് എന്തോ ആയിക്കോട്ടെ കൊടുക്കുകയാണെങ്കിൽ A ആയിരിക്കും പുറത്തു പോകും. അപ്പോ വാട്ടർ അല്ലാതെ മറ്റെന്ത് കൊടുത്താലും നിങ്ങൾക്ക് വാട്ടർ അല്ലാതെ ചില ബാക്ടീരിയകൾ അങ്ങനെയാണ്. സൾഫർ ബാക്ടീരിയ ഉണ്ട്, ഹൈഡ്രജൻ സൾഫറിനെ ഉപയോഗിക്കുന്നു, അയഡിൻ ബാക്ടീരിയ ഉണ്ട്, ഹൈഡ്രജൻ അയഡിനെ ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് പുറത്തുനിന്ന് എന്തായിരിക്കും? ഓക്സിജൻ ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് മനസ്സിലായില്ല? ഇതാണ് സംഭവം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വേഷൻ പുസ്തകത്തിലുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ചെറിയൊരു വ്യത്യാസം കൂടെ ഉണ്ട്. ഇല ഒരു സെല്ല് ക്ലോറോപ്ലാസ്റ്റ് പുറത്തേക്ക് എടുത്തു, പച്ചരി പോലെ ഇരിക്കുന്നു പറഞ്ഞു. ഇനി അതാണ് കീറുകയാണ്. ഇതിനകത്ത് എന്താ അറിയാൻ വേണ്ടി കീറുകയാണെങ്കിൽ ഡബിൾ മെംബ്രെയിൻ ബൗണ്ട്. പിന്നെ പരന്ന തലകൾ പോലെ എന്ത് കാണും? ലാമലകളും ഗ്രാനുകളൊക്കെ കാണും. ഇന്റർഗ്രാനം ലാമല ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അത് തന്നെയാണ്, വ്യത്യാസമില്ല. വ്യത്യാസമൊന്നുമില്ല, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളൂ, അല്ലെ ലാബിലിന്റെ കാര്യമില്ല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്, അതാ പഠിക്കേണ്ടത്. ഒന്ന് ലിപ്പിഡ് ഡ്രോപ്ലെറ്റും സ്റ്റാർച്ചിങ് ഗ്രാനുൾസ്, അത് പഠിക്കണം. ലിപ്പിഡ് ഡ്രോപ്ലെറ്റും സ്റ്റാർച്ചിങ് ഗ്രാനുൾസ്, ഇത് രണ്ട് എക്സ്ട്രാ രണ്ട് പോയിന്റാണ്, അത് പഠിക്കാം. ഇത് വരച്ച് പഠിച്ചോണം. പരീക്ഷയ്ക്ക് ഈ ക്ലോറോപ്ലാസ്റ്റ് അളവാണ് ലാബിൽ ചോദിക്കുന്നത്. അപ്പൊ ബാക്കിയൊന്നും ഞാൻ വരയ്ക്കുന്നില്ല, ഇതെല്ലാം അറിയാം. ഔട്ടർ മെംബ്രെയിൻ, ഇന്റർ മെംബ്രെയിൻ, ഇത് സ്ട്രോമ, ഇത് ലാമല്ല, ഇത് ഗ്രാന, ഇത് ഇന്റർഗ്രാന ലാമല്ല. സൈറ്റോളജി പഠിച്ചാൽ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇനി ഫോട്ടോസിന്തസിസ് നമ്മൾ കിടക്കാൻ പോവാണ്. ഫോട്ടോസിന്തസിന് രണ്ട് സ്റ്റെപ്പാണുള്ളത്, ഡാർക്ക് റിയാക്ഷനും ലൈറ്റ് റിയാക്ഷൻ. നോക്കിക്കോളൂ. അതിന് മുമ്പ് ഡാർക്ക് ലൈറ്റ് പഠിക്കുന്ന തൊട്ട് മുമ്പ് വേറൊരു കാര്യം പഠിക്കാം. അബ്സോർഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രവും, അങ്ങനെ രണ്ട് ഗ്രാഫ്സ് കൊടുത്തിട്ടുണ്ട്. അബ്സോർഷൻ സ്പെക്ട്രവും ആക്ഷൻ സ്പെക്ട്രവും. അതായത് ഞാനൊരു കുറച്ച് ഗ്രീൻ ആൽഗ
പാത്രത്തിൽ എടുത്ത് വെച്ചു. ഫോർ എക്സാമ്പിൾ ക്ലോറൽ ഞാൻ എടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ സൂര്യപ്രകാശത്തിൽ ഓരോരോ നിറങ്ങൾ വീതം കൊടുക്കുകയാണ്. ആദ്യം ഞാൻ വയലറ്റ് ഒരു 100 യൂണിറ്റ് കൊടുത്തു, കടത്തി വിട്ടു. തിരിച്ചറിഞ്ഞ നോക്കിയപ്പോൾ കാണാം അത് 80 യൂണിറ്റേ ഉള്ളൂ അല്ലേ. അപ്പൊ വയലറ്റ് അത് എത്ര വലിച്ചെടുത്തു? 20 വലിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ 80 തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞാൽ ഇൻഡിഗോ കൊടുത്തു, അതൊരു 75 പുറത്തു വന്നു. അപ്പോൾ ഇൻഡിഗോ വലിച്ചെടുത്തത് 25. അത് കഴിഞ്ഞ് ബ്ലൂ കളർ കൊടുത്തു, തിരിച്ചറിയുന്നത് 40 ഉള്ളൂ. അപ്പൊ എത്ര വലിച്ചെടുത്ത്? ബ്ലൂ 60 യൂണിറ്റ് വലിച്ചെടുത്തു. അത് കഴിഞ്ഞ് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ കൊടുത്തു, തിരിച്ചു വന്നപ്പോൾ 95 ഉണ്ട്. അതിനർത്ഥം ഗ്രീൻ 5 മാത്രമേ വലിച്ചെടുത്തുള്ളൂ. ഇങ്ങനെ ഓരോന്ന് മാറി മാറി കൊടുത്താൽ നിങ്ങൾക്ക് ഡേറ്റ കിട്ടും. അതിങ്ങനെ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, എല്ലാം ഓറഞ്ച്, റെഡ്. എല്ലാം എടുത്തത് ഒരു 20, ഓറഞ്ച് എടുത്തത് 25, റെഡ് എടുത്തത് 90. ഇങ്ങനെ കിട്ടി. ഓരോ നാൽപ്പത്തി വലിച്ചത്. ഇത് കാര്യം മനസ്സിലായി. ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള റെഡ്, ബ്ലൂമാണ്. നീ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ. അതല്ലേ, ഇതാണ് ഒരു വഴി. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് ഗ്രാഫായിട്ട് വരച്ചു നോക്കാം. ഇങ്ങനെ എടുക്കും. ഇങ്ങോട്ട് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ്. നിങ്ങൾക്കറിയാലോ 350 മുതൽ 750 വരെയൊക്കെയാണ് വിസിബിൾ സ്പെക്ട്രത്തിന്റെ റേഡിയേഷൻ എന്ന് അറിയാമല്ലോ അല്ലെ. അപ്പൊ നമുക്ക് അതിങ്ങനെ വരയ്ക്കാം. ഇവിടെ മുതൽ 400, 500, 600, 700, 800 എഴുതാം. എന്ന് വെച്ചാൽ ഇത് ഏകദേശം വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നിങ്ങനെ വരും അല്ലേ. ഇത് വലിച്ചിട്ട് അളവ് ഇവിടെ നമുക്ക് 10, 20, 30, 40, 50, 60, 70, 80 ഇങ്ങനെ എടുക്കാം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ ഇതിനകത്ത് ഇങ്ങനെ ഈ ഗ്രാഫ് വരയ്ക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ഗ്രാഫ് ഞാൻ ഇതെങ്ങനെ വരയ്ക്കും? 20, 20, 60, 5, ഏകദേശം അതിന്റെ ഗ്രാഫ് ലൈക്ക് ദിസ് അല്ലേ. ഇപ്പൊ ഞാനിത് ഈ പാത്രത്തിൽ ഞാൻ വെച്ചിട്ട് ക്ലോറോഫിൽ എ ആയിരുന്നു വെച്ചു. അതൊന്ന് പഠിക്കണം. ക്ലോറോഫിൽ തന്നെ, ക്ലോറോഫിൽ ആണല്ലോ വെച്ചാൽ അത് പലതരത്തിലുണ്ട്. അത് നമുക്കൊന്ന് ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, ക്ലോറോഫിൽ സി, ക്ലോറോഫിൽ ഡി, പിന്നെ സാന്തോഫിൽ, കാരോട്ടീൻ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ആദ്യം കേൾക്കൊന്നുമല്ല, സൈറ്റോളജി നമ്മൾ പഠിച്ചു അല്ലെ. ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി, ഡി ഉണ്ട്, അതുപോലെ സാന്തോഫിൽ ഉണ്ട്, കരോട്ടീൻ ഉണ്ട്, നമ്മൾ പഠിച്ചു അല്ലേ. ഇതൊക്കെ അനുസരിച്ച് ഞാൻ ക്ലോറോഫിൽ എയുടെ ആണെങ്കിൽ ഇങ്ങനെ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ എ അനുസരിച്ചിട്ട് ഞാൻ ഇതേ കാര്യം ക്ലോറോഫിൽ ബി വെച്ച് എന്ത് ചെയ്തെന്ന് വെച്ചോളൂ. അപ്പോഴും എനിക്കൊരു ഗ്രാഫ് കിട്ടും. ഇങ്ങനെ ക്ലോറോഫിൽ ബി. പിന്നെ ഞാൻ കരോട്ടിൻ വെച്ച് ചെയ്തെങ്കിൽ അതെനിക്ക് ഇങ്ങനെ കിട്ടുന്നത് കരോട്ടിൻ. ഇത് ആവർത്തിച്ചുകൊണ്ടായിരിക്കും. ആദ്യം പാത്രത്തിൽ ആക്കി ക്ലോറോഫിൽ എ മാത്രമേ വെച്ചോളൂ, ഒരു ഡേറ്റ കിട്ടി. പിന്നെ ക്ലോറോഫിൽ ബി വെച്ചു, ഒരു ഡേറ്റ കിട്ടി. അങ്ങനെ എനിക്ക് വരയ്ക്കാം. ഇവിടെ ഞാൻ എന്താ കാണിച്ചിരിക്കുന്നത്? ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫിന്റെ പേര് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ്. അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഞാൻ ഇവിടെ എന്താ ഗ്രാഫ് ചെയ്തിരിക്കുന്നത്? ഞാൻ വരച്ചിരിക്കുന്നത് ഓരോ പിഗ്മെന്റിന്റെ റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ അല്ലേ, against the wavelength of light. So this graph shows that the rate of absorption of pigment, rate of absorption of solar wavelength by each pigment in different wavelength of light. അല്ലെ, വ്യത്യസ്ത വേവ്ലെങ്ത് ഓഫ് ലൈറ്റിനെ ഓരോ പിഗ്മെന്റും ഏത് ക്രമത്തിൽ വലിച്ചെടുക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഇറ്റ് ഈസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഡിഫറെന്റ് പിഗ്മെന്റ് ബൈ ഡിഫറെന്റ് വേവ്ലെങ്ത്, അല്ലെങ്കിൽ ഡിഫറെന്റ് വേവ്ലെങ്ത് ബൈ ഡിഫറെന്റ് പിഗ്മെന്റ് എന്ന് ഞാൻ പറയാം. ഇസ് എ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് റേറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഓഫ് ഡിഫറെന്റ് വേവ്ലെങ്ത് ഓഫ് ലൈറ്റ് ബൈ ഡിഫറെന്റ് പിഗ്മെന്റ്. ശരിയല്ലേ? ഓരോ പിഗ്മെന്റുകളും വ്യത്യസ്ത വേവ്ലെങ്തിലെ ഏത് നിറങ്ങളെ എങ്ങനെ വലിച്ചെടുക്കുന്നു കാണിക്കുന്ന ഗ്രാഫാണ്. ദിസ് കാൾഡ് അബ്സോർപ്ഷൻ ഓഫ് സ്പെക്ട്രം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ സ്പെക്ട്രം. സംശയം പുസ്തകത്തിലുള്ള ഗ്രാഫ് ഞാൻ ഇൻസൈറ്റ് തീർക്കാം. ഇനി എനിക്ക് വേറെ തരത്തിൽ നോക്കാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പാത്രത്തിൽ വെള്ളം ഇടുന്നു.
എന്നിട്ട് അതിനകത്ത് ഹൈഡ്രില്ല എന്ന് പറഞ്ഞു വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു പായ ഹൈഡ്രില്ല. എന്നിട്ട് ഇങ്ങനെ ഒരു ട്യൂബുണ്ട്, എന്നിട്ട് ഓരോന്ന് നമ്മൾ വയലറ്റ് മാത്രം കൊടുക്കുന്നു. 1 മിനിറ്റ് 20 ബബിൾ വരും. അപ്പോൾ ഫോട്ടോസോപ്പ് ഓക്സിജൻ പുറത്തേക്ക് വരുമല്ലോ, ഫോട്ടോസോപ്പ് ഓക്സിജൻ പുറത്ത് വരുമല്ലോ, അത് വെള്ളത്തിൽ ചെടിയാകുന്നതിന് ബബിൾ ചെയ്ത് പുറത്തേക്ക് വരും. ഓക്കെ, ഇത് ജലാശയത്തിലോ ചെടികളൊക്കെ വയലൊക്കെ ഉണ്ടെങ്കിൽ കുമ്പളൊക്കെ പൊങ്ങി അത് ഓക്സിജൻ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വയലറ്റ് കൊടുത്തപ്പോൾ 20 ബബിൾസ് വന്നു 1 മിനിറ്റ്. ഇൻഡിക്ക കൊടുത്തപ്പോൾ 25 ബബിൾ വന്നു. ബ്ലൂ കൊടുത്തപ്പോൾ 60 ബബിൾ വന്നു. അതിന്റെ അർത്ഥം ബ്ലൂവിലാണ് കൂടുതൽ ഫോട്ടോ നടക്കുന്നത്. അങ്ങനെ ഓരോ നിറം കൊടുത്തപ്പോഴും ഇങ്ങനെ ബബിളിന്റെ എണ്ണം കിട്ടി 1 മണിക്കൂർ. അപ്പൊ എനിക്കൊരു ഡേറ്റ് കിട്ടി. ഇത് ഫോട്ടോസിന്തസിന്റെ റേറ്റ് അല്ലേ? എനിക്കിങ്ങനെ ഓരോ നിറങ്ങൾ ഇങ്ങനെ ശരിക്കും ഗ്രാഫിലൂടെ ചെയ്തുകൊണ്ട് അങ്ങനെ ഇതിനെ ഞാൻ വിളിക്കുന്ന പേരെന്താണ്? ദിസ് കാർഡ് ആക്ഷൻ സ്പെക്ട്രം. പക്ഷെ അവിടെ ഓരോ നിറത്തിനും കൊടുക്കാറുള്ളത് ഒറ്റ ഗ്രാഫേ കിട്ടത്തുള്ളൂ. ശരിയല്ലേ? I will get only 1 graph, and this is called action spectrum. Action spectrum. So what is action spectrum? It is a graphical representation of rate of photosynthesis by plant in different wavelength of light. ശരിയല്ലേ? വ്യത്യസ്ത വേവ്ലെങ്ത് ഓഫ് ലൈറ്റിലെ ആക്ഷൻ സ്പെക്ട്രം ആണ് ഇത്. പരീക്ഷയ്ക്ക് ചോദിച്ചൊക്കെ 2 ഗ്രാഫ് എന്താണെന്നൊക്കെ ചോദിച്ചത്. ഓക്കെ, ഇനി ഇതൊക്കെ